ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതുപോലെ GK ക്വസ്റ്റ്യൻസും സയൻസ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ PSC എക്സാം ഒക്കെ എഴുതുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായ സന്യാത്സൻ ചൈനയുടെ പുനർനിർമ്മാണത്തിനായി ആവിഷ്കരിച്ച 3 തത്വങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ് കേട്ടോ. ഇതിന് ചൈനീസ് ഭാഷയിൽ എന്താണ് പറയുന്നത്? സാൻ മിൻ ചൂയി എന്നാണ് ട്ടോ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു ക്വസ്റ്റ്യന്? സാൻ മിൻ ചൂയി ഇവ എന്താണെന്നായും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആൻസറും ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അപ്പൊ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ളത് നമ്മുടെ ചൈന ഭാഷയിൽ പറയുന്നതാണ് സാൻ മിൻ ചൂയി. ഇത് 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായ സന്യാസന് ചൈനയുടെ പുനർനിർമ്മാണത്തിനായി ആവിഷ്കരിച്ച 3 തത്വങ്ങളാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന 1857 മഹത്തായ കലാപവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മിററ്റിലാണ് എന്നുള്ളത് ശരിയാണ്. ഉത്തർപ്രദേശിലെ മിററ്റിലാണ്. ദേശീയവാദികൾ കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. കലാപകാരികൾ അവരുടെ പ്രധാന നേതാവായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം വഹിച്ചത് നാനാ സാഹിബ് ആയിരുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ്, സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി എന്താണ്? 2, 4 മാത്രം ശരിയാണെന്നാണ്. ഓക്കെ, ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു എന്നുള്ളത് ശരിയാണ്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. ആരെ പറ്റിയാണ്? സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാന്ന് നമുക്കറിയാം. അപ്പൊ ബർദോളി സത്യാഗ്രഹത്തിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതുപോലെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, കേളപ്പൻ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ എ മൊയ്യാരത്ത് ശങ്കരനാണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാവാണ് കേളപ്പൻ. അദ്ദേഹത്തിന് അറസ്റ്റിലായതിനെ തുടർന്ന് പയ്യന്നൂരിലാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പയ്യന്നൂരിൽ വെച്ച് കേളപ്പൻ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ് കേട്ടോ. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് സൈനിക മേധാവിയായ ജനറൽ ഡയർ ആണ് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? മൂന്നാമത്തത്, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ ഈ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് സമ്മേളിച്ചത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സമ്മാനിച്ച സർ പദവി ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകി. ഈ 3 പ്രസ്താവനകളും പഠിക്കണേ. നെക്സ്റ്റ്, ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ചുവടെത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ആക്സിയം 4. ഓക്കെ, ഏതൊക്കെ പ്രസ്താവനകളാണ്? ഓപ്ഷൻ സി, അതായത് 1, 2 മാത്രം ശരിയാണെന്നാണ് കേട്ടോ. 1, 2 മാത്രം ശരിയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ആയിരുന്നു. ഓക്കെ, ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു. ഓക്കെ, തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? സുനിത വില്യംസ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു എന്നുള്ളത് തെറ്റാണ്. സുനിത വില്യംസ് ഈ ദൗത്യത്തിന്റെ ഭാഗമല്ല കേട്ടോ. അവർ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുള്ളത്. ഏതിന്റെയാണ്? ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായിട്ടാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് എത്തിയത്. ഓക്കെ, നാലാമത്തത്, ബുച്ച് വിൽമോർ എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് കേട്ടോ. അതും തെറ്റാണ്. ബുച്ച് വിൽമോറും സുനിത വില്യംസിനൊപ്പം ബോയിങ് സ്റ്റാർലൈനർ ദൗത്യത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ആക്സിയം 4 അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2 മാത്രം ശരിയാണ്. നെക്സ്റ്റ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ,
ബാബർ ബെൽറ്റിന് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ചതുപ്പ് നിലം ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ ബാബർ ബെൽറ്റിന് സമാന്തരമായിട്ട് 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ചതുപ്പ് നിലം ഏതാണ്? ടെറായ് ആണ്, ടെറായ്. ബാബറിന് സമാന്തരമായിട്ടാണ്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ വളരെ പഴക്കം ചെന്ന സ്ഫടികീയ കായാന്തരിത ശിലകൾ അപക്ഷയ പ്രക്രിയക്ക് വിധേയമായി രൂപപ്പെട്ടത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ വളരെ പഴക്കം ചെന്ന സ്ഫടികീയ കായാന്തരിത ശിലകൾ, അതായത് ക്രിസ്റ്റലൈൻ മെറ്റാമോർഫിക് അപക്ഷയ പ്രക്രിയക്ക് വിധേയമായി രൂപപ്പെട്ടത്. ഓക്കെ, ഇതിലേതാണ്? ഓപ്ഷൻ ബി ചുവന്ന മണ്ണാണ് കേട്ടോ. നെക്സ്റ്റ്, ശൈത്യമേഖലയിലെ തുണ്ട്ര പ്രദേശങ്ങളിലെ നാടോടി ഗോത്ര വിഭാഗം കേട്ടോ. ശൈത്യമേഖലയിലെ തുണ്ട്ര പ്രദേശങ്ങളിലെ നാടോടി ഗോത്ര വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സാമോയിഡുകളാണ്, സാമോയിഡുകൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ, സിമന്റ്, കടലാസ് ഉൽപ്പന്നങ്ങൾ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവയിൽ ഡേഷ് കാണുന്നു. ഏതാണ്? ISI മാർക്ക് കേട്ടോ, ISI മാർക്ക്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, കടലിൽ നിന്നും ഈർപ്പാംശം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചരിവുകളിൽ ഉയർന്നു പൊങ്ങി ഡേഷിന് കാരണമാകുന്നു. ഓപ്ഷൻ ബി ശൈലവൃഷ്ടിക്ക് കാരണമാകുന്നു കേട്ടോ. കടലിൽ നിന്നും ഈർപ്പാംശം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചരിവുകളിൽ ഉയർന്നു പൊങ്ങി ഡേഷിന് കാരണമാകുന്നു. എന്ത്? ശൈലവൃഷ്ടിക്ക് കാരണമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യമാണ് കേട്ടോ. 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഈജിപ്ത് ആണ് കേട്ടോ, ഈജിപ്ത്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ 1, 2 മാത്രം. അതായത് നബാർഡ് 1982 രൂപീകരിക്കപ്പെട്ടു. അതുപോലെ എന്താണ്? നബാർഡ് പ്രധാനമായും കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കായുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 14ാമത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ്, 1, 2, 3 ശരിയാണ്. ഇരുമ്പയിര് ഇന്ത്യയിലെ പ്രധാന ധാതുവാണ്. അതുപോലെ കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ബോക്സൈറ്റ് പ്രധാനമായും ആന്ധ്രാപ്രദേശിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിയാണ് കേട്ടോ 3 പ്രസ്താവനകളും. നെക്സ്റ്റ് 15ാമത്തത് ശരിയായത് ഏതെന്നാണ്. ഇവിടെ ഓപ്ഷൻ സി 1, 2, 3. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, അതുപോലെ എന്താണ്? RBI എന്നാണ് 1935 സ്ഥാപിക്കപ്പെട്ടത് കേട്ടോ. ഇത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഓക്കെ, നെക്സ്റ്റ് 5 പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഒന്നും തെറ്റല്ല എന്നുള്ളതാണ് കേട്ടോ, ഒന്നും തെറ്റല്ല. അപ്പൊ ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ്. ആദ്യ പദ്ധതി 1981 ആരംഭിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ ചെയർമാൻ ആയിരുന്നു. 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വേഗതയാർന്നതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച കേട്ടോ. അതായത് ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. ഓപ്ഷൻ എ 1, 3 ആണ് കേട്ടോ ശരി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1960കളിലാണ്. MS സ്വാമിനാഥൻ ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രമുഖ ശാസ്ത്രജ്ഞനാണ്. ശരിയാണ് കേട്ടോ. നെക്സ്റ്റ്, പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിലൂടെ PM കിസാൻ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്താണെന്നാണ്. ഓപ്ഷൻ ഡി ചെറുകിട കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായമാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ചെറുകിട കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായം ലഭിക്കുന്നത് PM കിസാൻ പദ്ധതിയാണ്, പ്രധാനമന്ത്രി കിസാൻ പദ്ധതി. നെക്സ്റ്റ് 19, ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി ഏത് നഗരത്തിലായിരുന്നു? നമുക്കറിയാം, ഓപ്ഷൻ ബി ഡൽഹിയിൽ വെച്ചായിരുന്നു. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാര്? ഇവിടെ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? ഓപ്ഷൻ ബി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി 42ാം ഭരണഘടനാ ഭേദഗതി 1976 1976 ഭേദഗതി. ഓക്കെ, മതേതരത്വത്തിന്റെ കൂടെ ഏതൊക്കെ ഉണ്ടായിരുന്നു? സോഷ്യലിസം, അഖണ്ഡത. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. 42ാം ഭേദഗതി. നെക്സ്റ്റ്, വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്നതിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റിലാണ്. നെക്സ്റ്റ്, തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് തുങ്കൻ കമ്മിറ്റി.
നെക്സ്റ്റ്, ഭരണഘടനയുടെ 10ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കൂറുമാറ്റ നിരോധന ബില്ലാണ് കേട്ടോ. ഭരണഘടനയുടെ 10ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടത് കൂറുമാറ്റ നിരോധന ബില്ല്. നെക്സ്റ്റ്, 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി ആരെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യരാണ്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ഓക്കെ. നെക്സ്റ്റ്, മുൾബറി എന്ന പ്രശസ്തമായ നോവലിന്റെ രചയിതാവ് താഴെ പറയുന്നവയിൽ ആരാണ്? ബെന്യാമിന്റെതാണ് കേട്ടോ. ബെന്യാമിന്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഇത് മുൾബറി. നെക്സ്റ്റ്, 27ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്നും ഈടാക്കുന്നതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയോ ആണ്. ഓക്കെ, അപ്പൊ പ്രസ്താവനകളൊക്കെ പഠിക്കണേ. നെക്സ്റ്റ്, 28ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻ സി ആണ്, സി മാത്രം. ഓക്കെ, അപ്പൊ ബാക്കി ഏതാണ് വകുപ്പിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവയാണ്. അപ്പൊ ശരിയായത് ഏതൊക്കെയാണ്? സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വയംപ്രഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വയോജനങ്ങളാണ്. പഠിക്കണേ. സ്വയംപ്രഭ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രേഷ്ഠം. ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രേഷ്ഠം. നെക്സ്റ്റ്, സാമൂഹ്യനീതി വകുപ്പിന്റെ സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ളതാണ്. സാകല്യം പദ്ധതി ആർക്ക് വേണ്ടിയാ? ട്രാൻസ്ജെൻഡറുകൾക്ക്. ഓക്കെ, ഇവിടെ ചേരുംപടി ചേർക്കാനാണ് തന്നിട്ടുള്ളത്. ഓരോ പദ്ധതികളും അതിന്റെ ചിഹ്നങ്ങളും ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓർഡർ ഓപ്ഷൻ എ ആണ്. കുടുംബശ്രീ പദ്ധതി, കുടുംബശ്രീ പദ്ധതിന്റെ ഏതാണ് ചിഹ്നം? സ്ക്രൂഫോ ആണ് കേട്ടോ. സ്ക്രൂഫോ. അതുപോലെ ക്ലാസ്മേറ്റ് റോബോട്ട്, ക്ലാസ്മേറ്റ് റോബോട്ടിന്റെ ഏതാണ്? മിയ ആണ് കേട്ടോ. മിയ. കെ ഫോൺ പദ്ധതിയുടേതോ? കെ ഫോൺ പദ്ധതി ഫിബോ ആണ്. നെഹ്റു ട്രോഫി കാത്തു. നെക്സ്റ്റ്, 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. എയും സിയും ഡിയും ശരിയാണ്. ഓക്കെ, ബി തെറ്റാണ് കേട്ടോ. അപ്പൊ ഏതാ? ILDM, അതായത് ദുരന്ത നിവാരണ പരിശീലനവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഏതാണ്? നെക്സ്റ്റ്, സി 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച നിയമപരമായ സ്ഥാപനങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ. 2005 സ്ഥാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമായിരുന്നു. ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാർ ആണ്. AP അനിൽകുമാർ. അപ്പൊ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്, ചെയർമാൻ മുഖ്യമന്ത്രി കേട്ടോ. നെക്സ്റ്റ്, 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി സിയും ഡിയും ശരിയാണെന്നുള്ളതാണ് കേട്ടോ. സിയും ഡിയും ശരിയാണ്. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിർവഹിക്കുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വികേന്ദ്രീകരണ ആസൂത്രണ വിഭാഗമാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മൂല്യനിർണ്ണയ വിഭാഗം 1969 നിലവിൽ വന്നു. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രസ്താവന എന്താ തെറ്റ്? 1967 രൂപീകരിച്ച കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. നമുക്കറിയാം എവിടെയാണ് ആസ്ഥാനം? തിരുവനന്തപുരത്തെ പട്ടത്താണ് കേട്ടോ. പട്ടം. നെക്സ്റ്റ്, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ധനകാര്യമന്ത്രിയാണ് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. ആരാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ? എപ്പോഴും മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും കേട്ടോ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. ഇനി ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? 32ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്തത് ഏതൊക്കെ? ഓക്കെ, ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ആണ് ശരിയല്ലാത്തത്. ഓക്കെ, ശരിയായത് ഏതൊക്കെയാണ്? കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുത മേനോനാണ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ച സമയത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോനാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? കേരളത്തിൽ ആദ്യമായി ഡയസ്നോൻ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി AK ആന്റണി ആയിരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. കേരളത്തിൽ ആദ്യമായി ഡയസ്നോൻ നിയമം കൊണ്ടുവന്നത് സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് കേട്ടോ. എന്താ ഡയസ്നോൻ നിയമം? ജോലി ചെയ്യാത്ത ദിവസത്തിന് ശമ്പളമില്ല എന്നുള്ള നിയമമാണ് കേട്ടോ. അപ്പൊ ഇത് കൊണ്ടുവന്നത് ആരുടെ കാലത്താണ്? സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്താണ്. ഓക്കെ,
നെക്സ്റ്റ് 33ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. പുരസ്കാരങ്ങളും മേഖലകളും തന്നിട്ടുണ്ട്. അത് നേടിയ വ്യക്തികളുമായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഓർഡർ. കലിംഗരത്ന അവാർഡ് ആര് നേടിയിട്ടുണ്ട്? ധർമ്മേന്ദ്ര പ്രധാൻ നേടിയിട്ടുണ്ട്. വയലാർ അവാർഡോ? വയലാർ അവാർഡ് സന്തോഷ് കുമാർ. ഓക്കെ. 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്. അതുപോലെ ഫിദെ ചെസ് ചാമ്പ്യൻഷിപ്പ് ആർക്കാണ്? ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. ദിവ്യ ദേശ്മുഖ്, ഇന്ത്യൻ ചെസ് താരമായ ദിവ്യ ദേശ്മുഖ് ആണ് അന്താരാഷ്ട്ര ഫിദെ ചെസ് ചാമ്പ്യൻഷിപ്പുകളായിട്ട് ബന്ധപ്പെട്ട പ്രമുഖ വനിത താരം. ഓക്കെ. അടുത്തത് ബുക്കർ സമ്മാനം സാമന്ത ഹാർവേ ആണ് കേട്ടോ. സാമന്ത ഹാർവേ, പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള സാമന്ത ഹാർവേ ബുക്കർ സമ്മാന ജേതാവാണ്. നെക്സ്റ്റ് 34ാമത്തത് 2025 വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്, 2 മാത്രം. ഒന്നാമത്തത് ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന് ലഭിച്ചിട്ടുണ്ട് 2025 വയലാർ അവാർഡ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? 1,00,000 രൂപയുടെ കാനായി കുഞ്ഞാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? 45ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരമാണെന്നുള്ളത് തെറ്റാണ്. 45ാമതല്ല, 2025 49ാമതാണ് കേട്ടോ. 49th ആണ്, 49ാമതാണ്. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് 35ാമത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഓക്കെ. ഇവിടെ ശരിയായിട്ടുള്ളത് എല്ലാം ശരിയാണെന്നാണ്. ചെണ്ട, തുകൽവാദ്യം, വീണ, തന്ത്രിവാദ്യം, കുഴൽ, സുഷിരവാദ്യം. നെക്സ്റ്റ് 36ാമത്തത് സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? മാതൃഭൂമിയുടെ ആപ്തവാക്യാണ് കേട്ടോ. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. നെക്സ്റ്റ് 30ാമത്തത് കേരള ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം മാത്രം എന്നാണ് കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചിറക്കൽ, കണ്ണൂരാണ്. അതുപോലെ സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ്. ഇപ്പൊ ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പോ മൂന്നാമത്തെ എന്താ? നിലവിലെ ചെയർമാൻ എം മുകുന്ദൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ആരാണ് നിലവിലെ ചെയർമാൻ? OS ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. OS ഉണ്ണികൃഷ്ണനാണ് നിലവിലെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ. ഓക്കെ. നെക്സ്റ്റ് 38ാമത്തത് കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായവ കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻ എ 3 മാത്രം എന്നാണ്. 3 മാത്രം എന്നാണ് തെറ്റായിട്ടുള്ളത്. എന്താണ്? ഒന്നാമത്തത് എന്താണ്? തൃശൂർ ജില്ലയിലെ ചെറുത്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ഡോക്ടർ KG പൗലോസ് ആണ് ആദ്യ വൈസ് ചാൻസലർ എന്നുള്ളതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. പ്രശസ്ത മലയാള കവി ചെറുശ്ശേരി 1930 സ്ഥാപിച്ചു എന്നുള്ളത് തെറ്റാണ്. ചെറുശ്ശേരി അല്ല, നമുക്കറിയാം വള്ളത്തോൾ ആണ് സ്ഥാപിച്ചിട്ടുള്ളത് അല്ലെ. ഓക്കെ. വള്ളത്തോൾ നാരായണ മേനോനാണ്. നെക്സ്റ്റ് 39ാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ ബി കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള പദ്ധതിയാണ്. നെക്സ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെ? ഓപ്ഷൻ എ CP രാധാകൃഷ്ണൻ ആണ് കേട്ടോ. CP രാധാകൃഷ്ണൻ. അപ്പൊ ഇത്രയാണ് നമുക്കിന്ന് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.